ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഇവിടെ ഇപ്പോൾ സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്തു. എന്നാലും ഇടയ്ക്ക് ഇവിടെ മഴയൊക്കെ പെയ്യാറുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെ പ്രെഡിക്റ്റബിൾ അല്ല കേട്ടോ. അപ്പോൾ അതേ മഴ പെയ്തപ്പോൾ അതിൻ്റെ കൂടെ വീണതാണ് ഈ ഐസ്, ചെറിയ കഷ്ണങ്ങളൊക്കെ. ഇത് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ വാലിയാണ്. അപ്പോൾ ഈ മരങ്ങളൊക്കെ സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ നന്നായിട്ട് പൂവൊക്കെ ഉണ്ടാവും. ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്, ഞങ്ങളൊരു സാറ്റർഡേ ആയത് കാരണം ഇവിടെ ഞങ്ങളുടെ അടുത്ത് 2 അമ്പലങ്ങളുണ്ട്. അപ്പോൾ അവിടം വരെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുമ്പോൾ നമുക്ക് ഇവിടെ അടുത്തുള്ള ഇംഗ്ലണ്ടിലെ 2 അമ്പലങ്ങൾ നിങ്ങളെ റൂൾ എന്ന് പറഞ്ഞാൽ കൗൺസിലിൻ്റെ റൂളാണ്. ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ ഡിസൈനിൽ വേണം എല്ലാ ബിൽഡിങ്ങും ഇരിക്കാനെന്ന്. അപ്പോൾ പുതിയ ബിൽഡിങ് പണിയുമ്പോഴും ഒക്കെ നമ്മൾ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളത് ഇവിടുത്തെ റൂളാണ്. അവർ ആ ഒരു കൊളോണിയൽ സ്റ്റൈൽ ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആൾക്കാരാണ്. ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു അമ്പലം. നമുക്കിനി കാർ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കയറാം. ഇതാണ് ശ്രീ സ്വാമിനാരായൺ മന്ദിർ. ഇത് ശരിക്കും ഒരു ഗുജറാത്തി ടെമ്പിളാണ്. ഇതിൻ്റെ ഒരുപാട് ബ്രാഞ്ചസ് ബ്രിട്ടൻ്റെ പല ഭാഗത്തും ഉണ്ട്. ഇവിടുത്തെ ഈ ഒരു ബ്രാഞ്ച് പുതിയതായിട്ട് ഈ അടുത്ത കാലത്താണ് ഇത് പണി കഴിപ്പിച്ചത്. അധികം പഴക്കമില്ല. പിന്നെ ഇതിനകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ബിൽഡിംഗ് ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ ശ്രീരാമൻ, സീത, ശ്രീകൃഷ്ണൻ, രാധ, പിന്നെ ശ്രീ പരമേശ്വരൻ, അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. അമ്പലത്തിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഈവനിങ് 4 to 7:30. പിന്നെ മോർണിംഗ് അവർ 7:30 തുറക്കും. 12:30 വരെ ഉണ്ട് അമ്പലം ഉച്ചയ്ക്ക്. ഇതാണ് ഇവിടുത്തെ പ്രധാന എൻട്രൻസ്. അവിടെ നമ്പർ ലോക്കൊക്കെ ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകം വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്ന്. അപ്പോൾ എനിക്ക് ക്യാമറ അകത്ത് കൊണ്ടുപോകാനൊരു വഴിയില്ല. നല്ല ഭംഗിയാണ് അകത്ത് കാണാനായിട്ട്. ഇനി നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പോവാണ്. ഇവിടുന്ന് വളരെ അടുത്താണ്. ഒരു 5 മിനിറ്റ് പോലും ഇല്ല ഇവിടുന്ന് പോവാനായിട്ട്. അങ്ങനെ നമ്മൾ അടുത്ത അമ്പലത്തിലെത്തി. ഇത് ഹിന്ദു ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇവിടെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. ഇവിടെ അമ്പലം പണി കഴിപ്പിച്ച വർഷമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് പ്രധാന എൻട്രൻസ്. ഇത് നേരെ തുറന്ന് ചെല്ലുമ്പോൾ നമ്മൾ കൃഷ്ണനും രാധയാണ്. അതുകൂടാതെ ഒരുപാട് ഉപപ്രതിഷ്ഠകളുണ്ട്. അതിൽ സായിബാബ, പിന്നെ രാമൻ, സീത, ലക്ഷ്മണൻ, പിന്നെ ദേവി, ഹനുമാൻ, അങ്ങനെ ഒരുപാട് ഉപപ്രതിഷ്ഠകളുണ്ട്. ഇത് നമ്മുടെ നാട്ടിലത്തെ ആ ഒരു രീതിയിലല്ല ഇവിടെ. ഇത് 2 അമ്പലങ്ങളും വരുന്നത് ഗുജറാത്തികളുടെ അണ്ടറിലുള്ള അമ്പലങ്ങളാണ് 2. അപ്പോൾ അവരുടെ എല്ലാ ആചാരങ്ങളും നമ്മുടെ നിന്ന് ഒരുപാട് ഡിഫറെൻ്റാണ്. എന്നാലും നമുക്ക് അവിടെ പോകാനും തൊഴാനും ഒക്കെ നമുക്ക് അതേ ഫീല് തന്നെയാണ്. പിന്നെ ഞങ്ങൾ പോയപ്പോൾ കുറേ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 6 മണിയാകുമ്പോൾ ഒരു പൂജയുണ്ട്. അതിൻ്റെ കൂടെ ഭജനം ഒക്കെ പാടിയാണ് ഇവരുടെ പൂജ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്പലം ക്ലോസ് ചെയ്യും.
പിന്നെ ഇവരിവിടെ എല്ലാ ഫെസ്റ്റിവൽസും ഈ രണ്ട് അമ്പലങ്ങളിലും ആഘോഷിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവർക്ക് സത്സംഗ് സഭ, പിന്നെ ഭജൻ സഭ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഈ ഒരു വീക്കെൻഡിലാണ് ഈ പ്രോഗ്രാംസ് ഒക്കെ വരാറുള്ളത്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയാൽ അതിൻ്റെ ടൈമിങ്സും ഡേറ്റും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് ക്യാപ്ചർ ചെയ്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ പൂർണിമ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.